ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പഠന പരമ്പരയുടെ ഭാഗമായി തിരുവചനത്തിൽ ഗൗരവമായി കാണേണ്ട ഒരു ഉപദേശമാണ് സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രവചിക്കുമ്പോഴും തലയിൽ മൂടുപടമിടുക എന്നുള്ളത്. പണ്ടുകാലത്ത് പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ വളരെ ഗൗരവമായി കണ്ടിരുന്ന ഒരു ആചാരമാണത്. എന്നാൽ ഇന്ന് അത് മാറി, അത് ആവശ്യമില്ലെന്നും അത് പ്രസക്തിയില്ലെന്നും ഒക്കെ തെളിയിച്ചുകൊണ്ട് പുതുതലമുറ അതിനെ അവഗണിക്കുന്ന രംഗം നാം കാണുന്നുണ്ട്. നല്ലൊരു ശതമാനം സഹോദരിമാരും അത് ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴോ സഭായോഗത്തിന് വരുമ്പോഴോ തലയിൽ മൂടുപടം ഇടാറില്ല എന്നൊരു സത്യമാണ്. ഈ വിഷയത്തെ തിരുവചന വെളിച്ചത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിനാധാരമായി പ്രധാനമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ പരാമർശമുള്ളത്. നമുക്ക് ആ ഭാഗത്തിലൂടെ വേഗത്തിൽ ഒരു അന്വേഷണവും പഠനവും നടത്താം. 11-ാം അധ്യായത്തിൽ 1-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണല്ലോ: ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ, 4-ാം വാക്യം: മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു. ഈ വാക്യം ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വരുന്നത്, പല എപ്പിസ്കോപ്പൽ സഭകളിലെ പിതാക്കന്മാരും തലയിൽ തൊപ്പിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഈ പ്രാർത്ഥനാ യോഗങ്ങളിൽ സംബന്ധിക്കുന്നത് കാണാറുണ്ട്. അത് ഈ വചനവുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരെ കുറ്റം വിധിക്കാനോ അവരെ മോശക്കാരാക്കാനോ എനിക്കറിയില്ല. എനിക്കതിനെപ്പറ്റി എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അവരേത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തലയിൽ തൊപ്പി ധരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ആരോടും ചോദിച്ചിട്ടില്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. പക്ഷെ തിരുവചനത്തിലെ വാക്യം വെച്ച് നോക്കുമ്പോൾ അത് ഉചിതമല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കൃത്യമായിട്ട് പറയുകയാണല്ലോ, മൂടുപടമിട്ട് അവിടെ കൃത്യമായിട്ട് പറയുന്ന വാക്യം ഏത് കണ്ടോ? ഇവിടെ പറയുന്നത് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അപമാനിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. തല മൂടിക്കൊണ്ട്, തലയിൽ തൊപ്പി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആ നിലയിൽ ഏതെങ്കിലും തുണിയൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ആരാണ്, പുരുഷന്മാരങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് യേശുക്രിസ്തുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. അപ്പൊ ഈ സഭാപിതാക്കന്മാർ ചെയ്യുന്നതിന് മറ്റേതെങ്കിലും വാക്യം അതിൻ്റെ പിന്നിൽ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ ചെയ്യട്ടെ എന്ന് പറയാനല്ലാതെ എനിക്ക് തിരുവചനത്തിൽ കിട്ടിയ വെളിപ്പാടും കാഴ്ചപ്പാടും വെച്ച് അത് 100% പൈശാചികമാണ്, തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് തോന്നുന്നു. അവർക്ക് ബോധ്യമുള്ള മറ്റേതെങ്കിലും വചനം അവരുടെ അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അതിനെ കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല. ഞാനത് പഠിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രം ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. അടുത്തത് അതിന് 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു. അത് അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയല്ലോ. സ്ത്രീ ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ച് കളയട്ടെ. കത്തിരിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. ഇവിടെ ഈ വാക്യം വെച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. അതായത് സ്ത്രീ മൂടുപടം 5-ാം വാക്യത്തിൽ പറയുകയാണ്, മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും
തൻ്റെ തലയെ അപമാനിച്ചു. ഭർത്താവോ അല്ലെങ്കിൽ അപ്പനോ, ഇപ്പൊ കല്യാണം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ അവരുടെ പിതാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വിവാഹിതരായ സ്ത്രീകളാണെങ്കിൽ ഭർത്താക്കന്മാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യത്തെ എങ്ങനെ അവഗണിക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ അതിലേക്ക് അധികം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ 6-7 വാക്യങ്ങളൊക്കെ വായിച്ചാൽ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകും. പക്ഷേ ഇവിടെ തുടർന്ന് നമ്മൾ വരുമ്പോൾ കൊരിന്ത്യർക്കെഴുതിയ 13 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ തന്നെ വിധിപ്പിൻ, സ്ത്രീ മൂടുപടമിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? അപ്പോസ്തലൻ നല്ലൊരു ചോദ്യം ചോദിച്ചിരിക്കുക. നിങ്ങൾ തന്നെ വിധിപ്പിൻ കേട്ടോ, സ്ത്രീ മൂടുപടമിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നും, സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നതുകൊണ്ട് അവൾക്ക് മാനമാകുന്നു എന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? പിന്നെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഒരുത്തൻ തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ. ഇത് തർക്കിക്കേണ്ട വിഷയമല്ലെന്നായി പറഞ്ഞു വരുന്നതിന് ചുരുക്കം. വളരെ കൃത്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ചില സഹോദരിമാർ പറയുന്നത്, തലമുടി ഞങ്ങൾക്കുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികം നൽകിയിരിക്കുന്ന മൂടുപടം ഉള്ളത് കൊണ്ട് ഇനി ഒരു എക്സ്ട്രാ മൂടുപടം ഇടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന വ്യാഖ്യാനം. ഇതാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. നമ്മൾ 5-ാം വാക്യത്തിൽ പറയുകയാണ്, മൂടുപടം ഇടണമെന്ന് കറക്റ്റായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. മൂടുപടമിടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന സഹോദരി, ഏത് സ്ത്രീയും ആ മൂടുപടമിടാതെ ചെയ്താൽ അത് തൻ്റെ തലയെ അപമാനിക്കുന്നത് എഴുതി വെച്ചിട്ട് പിന്നെ പറയുകയാണ്, മുടിയുള്ളത് കൊണ്ട് ഇനി സ്വാഭാവികമായി ഒരു സംരക്ഷണമുണ്ട് അല്ലെങ്കിൽ ഒരു കവചമുണ്ട് എന്നതുകൊണ്ട് മറ്റൊരു മൂടുപടമിടേണ്ട ആവശ്യമില്ലെന്ന് വ്യാഖ്യാനിച്ച് ദൈവവചനത്തെ ഓട്ടിമാട്ടിക്കളയുന്ന പൈശാചിക വ്യാപാരം ഇന്ന് കൂടുതൽ ആയി തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകൾക്കെല്ലാം സ്വാതന്ത്ര്യം ആവശ്യമാണ്. അത് കേൾക്കുമ്പോൾ ഒരു അസൗകര്യം പോലെയൊക്കെ പല സഹോദരിമാർക്കും തോന്നുന്നു. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി വളരെ തന്ത്രപൂർവ്വം ഒഴിവാക്കുന്നു. പിന്നെ ചിലർ പറയുന്നത്, പണ്ട് വ്യഭിചാരികളാണ്, താൻ വ്യഭിചാരിണിയാണ് എന്ന് തെളിയിക്കാൻ തലയിൽ മുണ്ടിട്ട് കാത്തിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വിഷയം തിരുവചനവുമായി ബന്ധപ്പെട്ട് മാത്രമായതുകൊണ്ട് തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് പൗലോസ് എഴുതിയ ഈ മഹത്തായ തിരുവചനം 5-ാം വാക്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അവിടെ അതിൽ കവിഞ്ഞ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നുമില്ലല്ലോ. ഇക്കാര്യത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരിമാരെ ഞാൻ മുഖണ്ഡം പ്രശംസിക്കുകയാണ്. അവരുടെ വേഷവിധാനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരിടർച്ചയ്ക്കും ഇടയില്ലാത്തവണ്ണം മധുരമനോഹരമായിട്ടാണ് ഒരു വസ്ത്രം ധരിക്കുന്നത്. തല മുഴുവൻ മൂട്, ചിലപ്പം ചില സന്ദർഭങ്ങളിൽ കണ്ണും മൂക്കും വായും മാത്രം തുറന്നിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം, അത് മാത്രം തുറന്നു വെച്ചിട്ട് ബാക്കിയെല്ലാം മൂടിയിടുന്ന അല്ലെങ്കിൽ മൂടി കവർ ചെയ്യുന്ന വസ്ത്രധാരണ രീതി അവലംബിക്കുന്ന സഹോദരിമാരെയും കണ്ടിട്ടുണ്ട്. അത്രയൊന്നും ഇല്ലെങ്കിലും ശരീരം ആവശ്യത്തിന് മറച്ച് മറ്റുള്ളവർക്ക് ഇടർച്ചയില്ലാത്ത വിധം സൂക്ഷിക്കാനുള്ള പരിജ്ഞാനമെങ്കിലും സഹോദരിമാർ കാണിക്കേണ്ടതല്ലയോ വാസ്തവത്തിൽ? അക്കാര്യത്തിൽ മുസ്ലിം സഹോദരിമാരെ അനുകരിക്കാവുന്ന ഒരു നല്ല നടപടി തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ കന്യാസ്ത്രീകൾ, വിശേഷം കത്തോലിക്ക സഭയിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന കന്യാസ്ത്രീകളുടെ വേഷവിധാനം ഒന്ന് നോക്കൂ. എത്ര മധുരമാണ്, എത്ര മനോഹരമാണ്. തലയും ശരീരം മുഴുവൻ മറച്ച് വളരെ ഭംഗിയായി ഔചിത്യത്തോടെ വസ്ത്രധാരണം ചെയ്യുന്ന കന്യാസ്ത്രീകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. എൻ്റെ അറിവിൽപ്പെട്ടിട്ട് മനസ്സിലാക്കിയെടുത്തോളം യഹൂദന്മാരും അവരുടെ സ്ത്രീകൾ ശരിയായ മൂടുപടം ധരിച്ച് നല്ല വസ്ത്രധാരണത്തിൽ ശ്രദ്ധയുള്ളവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് യൂറോപ്യൻ മോഡൽ പരിഷ്കാരങ്ങൾ അവിടെയും ധാരാളമായി വന്ന് അല്പവസ്ത്രധാരികളായി നടക്കാൻ
ഇസ്രായേലിലെ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല, അതിൻ്റെ സത്യാവസ്ഥ അറിയില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഏത് നിലയിലും ഉചിതമായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്, നല്ല ആവശ്യമാണ്. ദൈവമക്കളെ സംബന്ധിച്ചോളം അനിവാര്യമായ ഒരാവശ്യമാണ്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ശൈശവകാലത്ത് ചെറുപ്പകാലത്ത് ബാല്യകാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതും ശ്രദ്ധിച്ചിട്ടുള്ളതും അമ്മമാരൊക്കെ അന്ന് ചട്ടയും മുണ്ടുമാണ് പ്രധാനമായും എടുക്കുന്നത്. അമ്മമാരൊക്കെ ബാക്കിൽ ചന്തി ഭാഗം ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ തക്കവണ്ണം ഞൊറിയിട്ട് മുണ്ടുടുക്കുകയും മേൽഭാഗത്ത് ചട്ട ഉടുക്കുകയും ചെയ്യും. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു പുരുഷൻ വീട്ടിൽ വന്നാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വാതിലിന്റെ പുറയിലേ വാതിൽ തുറന്ന് പുറത്തേക്ക് വരത്തു പോലുമില്ല. പക്ഷെ ആ വരുന്ന സമയത്ത് നിശ്ചയമായും അവരുടെ മാറിടത്തിൽ ഒരു തുണി, ഒരു തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി ഇട്ടൊന്ന് മടക്കി കൂടി ചെയ്തിട്ടേ വരുമായിരുന്നുള്ളൂ. വളരെ സൗമ്യമായും ലജ്ജാശീലത്തോടെയും കഴിഞ്ഞുപോയ ആ അമ്മമാരുടെ പാരമ്പര്യം ചെറുപ്പകാലത്ത് ഞാൻ കണ്ട് ശീലിച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ മനസ്സിൽ അത് എത്രയോ യോഗ്യമായി തോന്നുന്നു. ഞാൻ അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷേ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഇടർച്ചയ്ക്ക് ഇടയില്ലാത്തവണ്ണം വസ്ത്രധാരണത്തിൽ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. ഇടർച്ച വരുത്തുന്നതിന് അയ്യോ കഷ്ടം, തിരയിൽ കഴുത്തിൽ കെട്ടി കയത്തിൽ ചാടുന്നതാണ് അവർക്ക് നല്ലതെന്ന് യേശു പറഞ്ഞിരിക്കുകയാണ്. ഇടർച്ച വരുത്താൻ എളുപ്പമാണ്. അത് ഈ അല്പവസ്ത്രധാരികളായി അങ്ങനെ വേഷം കെട്ടുന്നവരുടെ ഉള്ളിൽ പതിയിരിക്കുന്ന ലക്ഷ്യം എന്താണ് എന്ന് അവർ തന്നെ ആലോചിക്കട്ടെ. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഏതായാലും നമ്മുടെ വിഷയം പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഈ സഹോദരിമാര് സഭായോഗത്തിനോ പരസ്യമായി പ്രാർത്ഥിക്കുമ്പോഴോ പ്രവചിക്കുമ്പോഴോ ഒക്കെ ഈ തലയിൽ മൂടുപടം ഇടണോ വേണ്ടയോ എന്ന വിഷയമാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. അതിൻ്റെ ഗൗരവം എത്ര വലുതെന്ന് ദൈവജനം ശ്രദ്ധിച്ചു നോക്കൂ ദൈവമക്കളെ. വസ്ത്രധാരണത്തെ പറ്റി പറഞ്ഞാൽ വളരെ പരമദയനീയമായ രംഗം നമ്മൾ എല്ലായിടത്തും കണ്ടുവരികയാണ്. സഭായോഗത്തിൽ വരുമ്പോഴും ആർഭാടം കാണിക്കാനും ഗാംഭീര്യം കാണിക്കാനും ഒക്കെ വളരെ വില കൂടിയ വേഷവിധാനങ്ങൾ അണിഞ്ഞ് പരമാവധി ആളുകൾ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്ന വൈകൃതമായ പൈശാചികമായ നടപടികൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇക്കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് TPM സഹോദരന്മാരുടെ ചർച്ചകളിൽ അവരുടെ സഹോദരന്മാരുടെയും വസ്ത്രധാരണം എത്ര മധുര മനോഹരം എന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവിടെയുള്ള ശുശ്രൂഷകന്മാർ, വിശേഷാൽ സഹോദരിമാരായാലും സഹോദരന്മാരായാലും പൂർണ്ണ വെള്ള വസ്ത്രധാരികളായി വരുന്നത് എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. അത് അനുകരണീയമായൊരു മാതൃക. യൂണിഫോം, എല്ലാവർക്കും യൂണിഫോം. ഇപ്പം സ്കൂളിൽ കുഞ്ഞുങ്ങൾ പോയാൽ അവർക്ക് പോലും യൂണിഫോം ഉണ്ട്. പോലീസുകാർക്ക് യൂണിഫോം ഉണ്ട്. ഓരോ വിഭാഗത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ ഒരു യൂണിഫോം എന്നുള്ള നിലയിൽ വസ്ത്രധാരണം നമ്മൾ കാണുന്നുണ്ടല്ലോ. സഭായോഗത്തിന് വരുമ്പോഴെങ്കിലും വെള്ള ധരിച്ചു വന്നാൽ എത്ര നന്നായിരുന്നു. ഒരു കാഴ്ചയ്ക്ക് തന്നെ ഒരു 2-3 ജോഡി ഡ്രസ്സുണ്ടെങ്കിൽ ഒരാൾക്ക് ധാരാളം മതിയല്ലോ. വെള്ള തന്നെ ആവുമ്പോൾ എത്ര ജോഡി ഉണ്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ പോലും കഴിയത്തില്ല. എല്ലാ നിലയിലും ഉചിതമാണത്. വെള്ളവസ്ത്രം ധരിക്കുന്നത് വിശേഷാൽ TPM സഭകളിലൊക്കെ എനിക്ക് തോന്നുന്ന മിക്കവാറും എല്ലാ സഹോദരിമാരും വെള്ളവസ്ത്രം ധരിച്ചാണ് സഭായോഗത്തിന് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്കറിയില്ല. എനിക്ക് TPM സഭാവിശ്വാസികളുടെ അടുക്കും ചിട്ടയും അവരുടെ ഡിസിപ്ലിനും മറ്റു കാര്യങ്ങളൊക്കെ വളരെ അനുകരണീയമായി തോന്നുന്നുണ്ട്. 2 കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് സാമാന്യമായി വളരെ തൃപ്തികരമായ രീതിയിലാണ് TPM സഭകൾ പോകുന്നത്. വിയോജിപ്പുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, TPMകാർ പറയുന്നത് സഭാ ശുശ്രൂഷകർ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഭാഗം. അതിനോട് എനിക്കങ്ങനെ യോജിക്കാൻ പറ്റുന്നില്ല. തിരുവചനത്തിൽ അതിന് തെളിവും നമുക്ക് കാണുന്നില്ല. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. തിമോത്തിയോസിന്റെ
ആ ഒന്നാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഈ 1, 2, 3 വാക്യങ്ങളിൽ ഭാവി കാലത്ത് വിവാഹം വിലക്കുന്ന ആളുകൾ വരുമെന്നാണ് പറയുന്നത്. വിവാഹം വിലക്കാനല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. വിവാഹം വിലക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. തിമോത്തിയോസിന്റെ തന്നെ ലേഖനത്തിലെ അതിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യം താകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? ഈ വാക്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മെ ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. സഭാ ശുശ്രൂഷകർ വിവാഹിതരായിരിക്കണമെന്ന് തന്നെയല്ലേ ഇതിൻ്റെ അർത്ഥം? അപ്പോൾ വിവാഹം വിലക്കുന്നെങ്കിൽ, സഭാശുശ്രൂഷ നടത്തണമെങ്കിൽ വിവാഹം പാടില്ല എന്ന് പറയുന്നത് യോഗ്യമാണോ എന്നാണ് എൻ്റെ സംശയം മുഴുവൻ. അക്കാര്യത്തിൽ ഞാൻ തർക്കിക്കാനൊന്നുമില്ല. എങ്കിലും ഈ വാക്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് TPM സഭയുടെ പഠിപ്പീരിനോട് എനിക്ക് വ്യക്തിപരമായി യോജിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ തിമോത്തിയോസിന്റെ 2-ാം ലേഖനത്തിന്റെ 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 24, 25, 26 വാക്യങ്ങൾ കൂടി ഈ ശുശ്രൂഷകരെ പറ്റി പറയുന്നൊരു പദമാണ്. നമുക്കതുകൂടി വേഗത്തിലൊന്ന് വായിച്ചു പോകാം. കർത്താവിന്റെ ദാസൻ ശണ്ഠയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി, അപ്പം ശ്രദ്ധിക്കും, ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. അത്ര കൃത്യമായിട്ട് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഏത് അധ്യക്ഷൻ അല്ലെങ്കിൽ സഭ നേതൃത്വം നയിക്കുന്നവര് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. നമ്മള് വളരെ കൃത്യമായി വാക്യങ്ങൾ വായിച്ച് ചിന്തിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമ്മളെ വെള്ളവസ്ത്രം ധരിക്കുന്ന വിഷയത്തെ പറ്റി പറഞ്ഞാൽ പലർക്കും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിനോട് യോജിക്കാൻ പറ്റുകയില്ലല്ലോ. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തു പോലും പറഞ്ഞിരിക്കുന്ന വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വെളിപ്പാട് പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുവല്ലോ: അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. അപ്പൊ അത് ശ്രദ്ധിക്കൂ, വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. പിന്നെ അടുത്ത വാക്യവും അതിനോട് ചേർന്ന് നമ്മൾ വായിക്കുന്നത്, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ഇവിടെയും വെള്ളയെപ്പറ്റി കൃത്യമായിട്ട് പറയുന്ന പരാമർശം നോക്കൂ. വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ 3-ന്റെ 18-ാം വാക്യത്തിൽ നമ്മളൊരു വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീ സമ്പന്നനാകേണ്ടതിന് തീരൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും. കണ്ടോ, വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടത് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ. അപ്പൊ ഇവിടെയും വെള്ളയുടുപ്പിന്റെ പരാമർശനം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് കാണാമല്ലോ. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത്
സിംഹാസന ചുറ്റും 24 സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് അവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ 6:11 വായിക്കുമ്പോൾ അവിടെ 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയെങ്കി കൊടുത്തു. ഉണ്ടോ? 7:9 വായിക്കുകയാണെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയെങ്കി ധരിച്ചുകൊണ്ട്, ബാക്കി ഭാഗം ചിന്തിക്കണ്ടല്ലോ. അതിന്റെ 13-ാം വാക്യത്തിലും നമുക്ക് കാണുന്നത് അതിന്റെ 13-ാം വാക്യം നമ്മൾ അല്ല 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 13-ാം വാക്യം 13-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളനിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവരാരെ. ഇവിടെ വെള്ളനിലയെങ്കിയെ പറ്റിയൊരു പരാമർശം ഇങ്ങനെ കാണുന്നുണ്ട്. 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം ക്ലോസ് ചെയ്യാം. 9-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിൽ എങ്ങനെ ധാരാളം അത് ആ വിഷയം എനിക്ക് റെഫറൻസ് കിട്ടുന്ന ഓർമ്മ വരുന്നില്ല. ധാരാളം റെഫറൻസസ് വെള്ള ഉടുപ്പിനെ പറ്റിയുള്ള പരാമർശങ്ങൾ തിരുവചനത്തിൽ വിശേഷാൽ വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ വെള്ളം ധരിക്കുക എന്നുള്ളത് യോഗ്യമായൊരു ശീലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ചുരുങ്ങിയത് സഭായോഗത്തിന് വരുമ്പോഴെങ്കിലും വെള്ളവസ്ത്രം ധരിച്ചു വരുന്നത് ഉചിതമാണ്, നല്ലതാണ്, ശ്രേഷ്ഠമാണ്. ഏറ്റവും ചുരുങ്ങിയത് സഭാശുശ്രൂഷകന്മാരെങ്കിലും സഭായോഗങ്ങളെ നയിക്കാൻ വരുമ്പോൾ വെള്ളവസ്ത്രം ധരിക്കുന്നത് അഭികാമ്യമാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. എല്ലാത്തിനും യുക്തിയും ബുദ്ധിയും പറഞ്ഞ് തിരുവചനത്തെ കോട്ടിമാറ്റി കളയുന്ന ഈ വല്ലാത്ത കാലഘട്ടത്തിൽ ദൈവജനം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ഭേദാഭേദങ്ങളെ വിവേചിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. മൂടുപടമിടാതെ ഏത് സ്ത്രീ പരസ്യമായി എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് കഷ്ടമാണ്, വചനവിരുദ്ധമാണ്, പൈശാചികമാണ്, ദുരുപദേശമാണ്. അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവല്ലേ അല്ല. അവരെത്ര തുള്ളിയാലും ചാടിയാലും പ്രവചിച്ചാലും എന്തൊക്കെ ആത്മീയ ഗോഷ്ഠി കാണിച്ചാലും അത് പിശാചിൽ നിന്നാണെന്ന് സംശയം ഞാൻ പറയും. ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും വേണ്ടില്ല. കാരണം തിരുവചനത്തിൽ ഇത്ര ഖണ്ഡിതമായും കൃത്യമായും രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീ പരസ്യമായി ഇപ്പൊ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ വേറെ ആരുമില്ലല്ലോ, ഓക്കെ. അപ്പോ പെൺകുട്ടികളായാൽ പോലും പിതാക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവെന്ന വണ്ണം തലയിൽ ശിരോവസ്ത്രം ധരിച്ച് മൂടുപടമിട്ടുകൊണ്ട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഈ ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തത കാണിച്ച് നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ച് തോന്നിയ പോലെ നടക്കുന്നത് പിശാചിന്റെ തന്ത്രമാണ് എന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ദൈവത്തെ ഭയപ്പെടുന്നവർ, ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർ തിരുവചനത്തെ അതിൻ്റെ ഉള്ള അർത്ഥത്തിൽ എടുക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, സഹോദരിമാർ നിർബന്ധമായി പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ ശിരോവസ്ത്രം ധരിച്ച് തന്നെ ചെയ്യണമേ എന്ന് വീണ്ടും ഓർപ്പിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, മുസ്ലിം സഹോദരിമാരും കത്തോലിക്ക സഭയിലെ മറ്റു സഭകളിലേക്ക് കന്യാസ്ത്രീമാര് എത്ര മനോഹരമായി, യഹൂദ സ്ത്രീകളും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ശിരോവസ്ത്രം ധരിച്ച് തന്നെയാണ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ഇതൊക്കെ അനുകരണീയമായ മാതൃകയാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നിയാൽ പോലും ദൈവത്തെ ഭയപ്പെടുന്നവർ, ദൈവവചനം അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴും പ്രവചിക്കുമ്പോഴും നിർബന്ധമായും പെൺകുട്ടികൾ ഉൾപ്പെടെ സഹോദരിമാർ തലയിൽ ശിരോവസ്ത്രം ധരിക്കണമേ എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് മറ്റു വിഷയവുമായി പിന്നീട് കേൾക്കാം.